Hello KTC members, here is your tip of the day. ഹലോ KTC മെമ്പേഴ്സ്, ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് 100% ഇലക്ട്രിക് ട്രക്കാണ്. അതെ, മെക്കാനിക്കൽ ട്രക്ക് അഥവാ ഡീസൽ ട്രക്കൊക്കെ കണ്ടുപരിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഇലക്ട്രിക് ട്രക്കിൻ്റെ ഹുഡിനുള്ളിൽ എന്താണ്, അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, എൻജിൻ എവിടെയാണ്, എൻജിൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ഇതിൻ്റെ റേഡിയേറ്ററാണ്. ഈ വണ്ടിക്ക് റേഡിയേറ്റർ ഉണ്ട്. ഈ കാണുന്നതാണ് കൂളൻ്റിൻ്റെ ബോക്സ്. ഇത് നോർമൽ കൂളൻ്റ് അല്ല, ഇതിന് ഈ ഇലക്ട്രിക്കൽ ട്രക്കിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന കൂളൻ്റാണ്. ഇതിൽ നോൺ നൈട്രൈറ്റ് ഇടുന്ന കൂളൻ്റാണ് ഉപയോഗിക്കേണ്ടത്. അത് തന്നെയാണ് നമ്മുടെ ബാറ്ററിക്ക് ഉപയോഗിക്കുന്ന ബാറ്ററി ഫ്ലൂയിഡും എ സി ചേമ്പറും കാര്യങ്ങളും ഇതൊക്കെയാണ്. ഇനി അപ്പുറം സൈഡ് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ നോർമലായിട്ട് കാണുന്ന പോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡും പവർ സ്റ്റിയറിങ്ങും മറ്റുള്ള ഇലക്ട്രിക്കൽ കോമ്പണൻസും ഇവിടെ ഉണ്ട്. ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് എൻജിൻ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ എൻജിൻ എവിടെയാണ്? എൻജിൻ വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. എൻജിൻ്റെ ബാക്ക് എവിടെയാണ് പ്ലേസ് ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒന്നാമത്തെ മോട്ടറാണ്. എൻജിന് പകരം മോട്ടറാണ് വരുന്നത്. ഒരു മോട്ടറും ഇത് രണ്ടാമത്തെ മോട്ടറും. ഈ മോട്ടറാണ് ഇതിൻ്റെ എൻജിൻ ആയിട്ട് പ്രവർത്തിക്കുന്നതും. അതുപോലെ ഈ കാണുന്ന ക്യാറ്റ് വാക്കിൻ്റെ താഴെയാണ് ബാറ്ററി പാക്ക് വരുന്നത്. ഈ ബാറ്ററി പാക്ക് ആണ് ഈ മൊത്തം മോട്ടോഴ്സിനെയും പവർ നൽകുന്നത്. ഇനി ഇതിൻ്റെ ചാർജിങ് പോയിന്റ് കാണിച്ചു തരാം. ഇവിടെയാണ് ചാർജിങ് പോയിന്റ്. സൂപ്പർ ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ 6 മണിക്കൂർ കൊണ്ടും അല്ലെങ്കിൽ നോർമൽ ചാർജർ ആണെങ്കിൽ 8.5 മണിക്കൂർ കൊണ്ടും ചാർജ് ആവും. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ ക്യാബ് പരിചയപ്പെടാം. ഇതിൽ ഫുൾ ഇലക്ട്രോണിക് ഡാഷ്ബോർഡാണ്, അതുപോലെ ഇലക്ട്രോണിക് കൺസോളാണ് വരുന്നത്. ഇതിൻ്റെ ഫുൾ ബാറ്ററി ലെവലും കാര്യങ്ങളും നമുക്ക് ഇതിൽ കാണാം. നമുക്ക് ഡീസൽ ഗ്യാസ് അടിക്കാത്തതുകൊണ്ട് നമുക്ക് ഫുൾ ബാറ്ററിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെടുക്കുന്ന ലോഡിൻ്റെ എടുക്കുന്ന ട്രെയിലറിൻ്റെ വെയിറ്റ് അനുസരിച്ച് ബാറ്ററി പെട്ടെന്ന് കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും നമ്മൾ ബാറ്ററി ലെവൽ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ ലൈറ്റ് ഓപ്പറേഷൻ ഫെസിലിറ്റി പറഞ്ഞാൽ ഇൻ ക്യാബിൽ ലൈറ്റ് ഇടുന്നതും പുറത്തത്തെ ലൈറ്റ് ഇടുന്നതും എല്ലാം ഇതിനകത്തെ മറ്റുള്ള ഫെസിലിറ്റീസൊക്കെ ഇതൊക്കെയാണ്. ഫോൺ കണക്ട് ചെയ്യാനും പാട്ട് കേൾക്കാനും USB കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഇതിനകത്ത് തന്നെ വരുന്നത്. അപ്പോൾ ഈ കാസ്കേഡിയുടെ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.